हरि ओम। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 29ഉം 30ഉം ശ്ലോകം ചൊല്ലാം. സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹത് രൂപ ശിബിവിഷ്ടപ്രകാശന ഓജസ്ഥേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപന ഋദ്ധസ്പഷ്ടക്ഷരോ മന്ത്ര ചന്ദ്രാംശുർഭാസ്കരദ്വിതി. ഇന്ന് ചർച്ചയ്ക്കുള്ള ആദ്യത്തെ നാമം 268 നാമം മഹേന്ദ്ര. ഈശ്വരന്മാർക്കും ഈശ്വരൻ അർത്ഥം, ദ ഗോഡ് ഓഫ് ഗോഡ്സ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നീ 6 ഷഡ്ഗുണങ്ങൾ പൂർണ്ണമായി മഹാവിഷ്ണുവിലുള്ളതിനാലും അല്ലേ ഭഗവാൻ അല്ലെങ്കിൽ ഭഗ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ആ 6 ഐശ്വര്യങ്ങളും ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലും സച്ചിദാനന്ദമാകയാലും സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമാണ്. അതിനാലും വിഭൂതികളിലും തേജസ്സിലും അതുല്യനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിഭൂതിയും അദ്ദേഹത്തിൻ്റെ തേജസ്സും വേറൊന്നിനോട് കമ്പയർ ചെയ്യാനില്ല, അനുപമനീയം. ഉപമയ്ക്ക് പാത്രീഭവിക്കാൻ പറ്റില്ല അതിന്. യു കനോട്ട് കമ്പയർ ഇറ്റ് ബൈ എനിത്തിങ് എൽസ്. അദ്ദേഹത്തിൻ്റെ വിഭൂതി, അദ്ദേഹത്തിൻ്റെ തേജസ്സും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഭഗവാൻ എല്ലാ മറ്റ് ദേവന്മാർക്കും ഉപരിയാണെന്ന് അർത്ഥം. ദേവന്മാരുടെ രാജാവ് എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ, അതായത് സുഖ ഇച്ഛകളുടെ ദേവനാണ്. പ്രിസൈഡിങ് ഡേറ്റി ഓഫ് പ്ലഷർ, സുഖലോലുപനാണ് ഇന്ദ്രൻ. മെറ്റീരിയൽ പ്ലഷേഴ്സിൻ്റെ അങ്ങേയറ്റാണ് ദേവേന്ദ്രൻ പ്രതികരിക്കുന്നത്. മനസ്സിലായില്ല? അതൊക്കെ രാജാവാണ്. ഭഗവാനാകട്ടെ അവയിൽ നിന്നെല്ലാം വിട്ടുനിന്ന്, ഈ പ്ലഷേഴ്സിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അതിൻ്റെയൊക്കെ വിഭൂതിയും അതിനൊക്കെ കാരണക്കാരനും അതിനൊക്കെ സാമർഥ്യവും ചെയ്തു കൊടുത്ത്, എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിൻ്റെ ശേഷം അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് വിശ്വം വിഷ്ണു വഷട്കാരോ, അതിൽ വലയം പ്രാപിച്ച്, സൃഷ്ടിയിൽ വലയം പ്രാപിച്ച്, പക്ഷെ എന്നാൽ ആ സൃഷ്ടിയിൽ നിന്ന് ഒട്ടാതെ താമര ഇലയിലെ നീരെന്നോണം വർത്തിക്കുന്നു. സാക്ഷീഭാവമായിട്ട് ആ സൃഷ്ടികൾക്കെല്ലാം ശക്തിയും സാമർഥ്യവും പ്രദാനം ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് മഹേന്ദ്രൻ എന്ന് പേര് വരാൻ കാരണം. ദേവന്മാർക്ക് ദേവൻ, ഗോഡ് ഓഫ് ഗോഡ്സ് എന്നർത്ഥം. സുപ്രീം, അതിനെ ചുരുക്കി പറഞ്ഞാൽ അതേ ഉള്ളൂ. ദ സുപ്രീം റിയാലിറ്റി, അതേ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മുകളിൽ വേറെ ആരുമില്ല, ഇനി നോബഡി എൽസ്.
വേറൊന്നുമില്ല, അദ്വൈതം. അതാണ്. അപ്പോൾ അതാണ് മഹേന്ദ്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥവ്യാപ്തി. വസുധ, അടുത്ത നാമം 269. വസുധ. വസു എന്ന് വെച്ചാൽ ധനം എന്നൊരർത്ഥമുണ്ട്. ദ എന്ന് വെച്ചെങ്കിൽ ദാനം ചെയ്യുന്നവൻ. അപ്പോൾ വസുധ എന്ന് വെച്ചെങ്കിൽ ധനം ദാനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ സമ്പത്ത് നൽകുന്നവൻ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് സമ്പത്ത് തരാൻ. ഭാര്യ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കല്ലേ വേണ്ടു. ആ അപ്പോൾ മഹേന്ദ്രനായ ഭഗവാൻ സർവദർശനനായി എല്ലാം ദർശിക്കുന്ന ആള്, കാര്യങ്ങളെല്ലാം കണ്ടറിയാൻ പറ്റുന്ന ശക്തിയുള്ള വ്യക്തി, എല്ലാം ദർശിക്കുന്നതായി സർവവ്യാപിയായി ഭക്തന്മാരുടെ ഭക്തി, ശ്രദ്ധ, ഇതൊക്കെ വേണ്ട പോലെ അറിഞ്ഞ് ഒരു കടുകണയ്ക്ക് വ്യത്യാസമില്ലാതെ മനുഷ്യൻ്റെ ഭക്തൻ്റെ ഫീലിങ്സും എമോഷൻസും എല്ലാം അതേപടി ഒപ്പിയെടുത്ത് സ്വമനസാൽ സമ്പത്ത് നൽകുന്നു, അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നു സമ്പത്ത്. വേറെ ആരോടും റെക്കമെൻഡ് ചെയ്യൊന്നും വേണ്ട കൊടുക്കാനായിട്ട്, അദ്ദേഹം തന്നെ കൊടുക്കണം. ഭാര്യ വഴിയെ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും കൊള്ളാം. രണ്ട് തരത്തിലുള്ള സമ്പത്താണ് ഭഗവാൻ കൊടുക്കുന്നത്. അത് രണ്ടും സംസാരികൾക്ക് അത്യാവശ്യമാണ്. ഇനി ഒന്ന് ഐഹിക സമ്പത്ത്, മെറ്റീരിയൽ വെൽത്ത്. അതില്ലാണ്ട് മാമുണ്ണാൻ പറ്റില്ലല്ലോ, അത് വേണ്ടേ? കാര്യം എന്തൊക്കെ സ്പിരിച്വാലിറ്റി ഇതൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അത് വേണമല്ലോ. മൻമോഹൻ സിംഗ് കയ്യിൽ വേണ്ടേ? ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ കാര്യം. അപ്പോൾ അത് ഐഹിക സമ്പത്ത് വേണ്ടത്ര വേണം. ആവശ്യമില്ലാതെ കുമിഞ്ഞു കൂട്ടാനല്ല, ആവശ്യമില്ലാതെ ബൾജിങ് പോക്കറ്റ്സ് ആക്കി നിൽക്കാനല്ല. ആവശ്യത്തിന്. ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥന് ചില ചുമതലകൾ വഹിക്കാനുണ്ട്, ഗൃഹഭരണമുണ്ട്. തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരെയൊക്കെ വേണ്ട വിധം നോക്കി പാലിക്കണം. അത് അവനവൻ്റെ ചുമതലയാണ്, അല്ലേ? അതല്ലേ പറഞ്ഞേ നമ്മുടെ മിസ്സസ് എന്താ പറയുക, രത്നാകരൻ ചോദിച്ചപ്പോൾ എന്താ പറയുക? ഞങ്ങൾക്ക് മാമുണ്ണുള്ള പൈസ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, എൻ്റെ ചുമതലയല്ല. എനിക്ക് വേറെ ചുമതലകളുണ്ട്. ആ ചുമതലകൾ ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ എനിക്ക് പാപം കിട്ടും, തെറ്റായിട്ട് നിർവഹിച്ചാൽ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ധനം ആർജിക്കുന്ന വിധത്തിൽ ധാർമ്മികമല്ലാത്ത വിധമാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ രത്നേട്ടാ, അത് രത്നേട്ടന് തന്നെ കിട്ടുള്ളൂ. സുശീല മാഡം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അപ്പോൾ ഗൃഹസ്ഥന്മാർക്ക് ഐഹിക സമ്പത്ത് അത്യാവശ്യമാണ്. ഇത് കളയാനൊന്നും പറഞ്ഞിട്ടില്ല. കളയാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ശങ്കരൻ? മൂഢജഹീഹി ധനാഗമ തൃഷ്ണ. തൃഷ്ണ കളയാനാ പറഞ്ഞിരിക്കണം, തേസ്റ്റ്. ആവശ്യത്തിനുള്ള ധനം സംഭരിക്കുന്നേ വേണം, അതർവൈസ് യു ആർ എ ഫൂൾ. ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തൊരു പരമവിഡ്ഢി എന്ന് പറയും ആൾക്കാർ. അപ്പോൾ അത് വേണം. അപ്പോൾ ഐഹിക സമ്പത്ത് തീർച്ചയായിട്ടും വേണം. മെറ്റീരിയൽ വെൽത്ത് ഇസ് റിക്വയർഡ്. അതാരാ തരിക? എവിടുന്നാ തരിക? ഭഗവാൻ ഹാസ് ടു ഗിവ് യു. ആധർമ്മികമായിട്ടുള്ള ധനം നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിപ്പറിക്കാം. ധാർമ്മികമായിട്ടുള്ള ധനം ഭഗവാൻ തന്നെ കൃപ അലിഞ്ഞ് ഭഗവാൻ തന്നെ തരണം, എന്നാലേ നമുക്ക് ധാർമ്മികമായിട്ടുള്ള ധനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ല ബാങ്ക് കൊള്ളടിക്കുക, ബാങ്ക് മോഷ്ടിക്കുക, മറ്റവൻ്റെ പോക്കറ്റിൽ കൈയിടുക, അതൊക്കെ ചെയ്ത് നമുക്ക് അധാർമികമായിട്ട് മേടിക്കാം. പക്ഷെ അതൊന്നും ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്നതാവില്ല. ഭഗവാൻ അത് അക്കൗണ്ടിൽ വെക്കൂല. ഞാൻ നിനക്ക് അങ്ങനെ ഒന്നും തന്നിട്ടില്ല പറയും. അപ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇൽ ഗോട്ടൺ വെൽത്ത്? അതൊക്കെ ഞാൻ വേറെ വഴി കൂടെ സമ്പാദിച്ചതാണ്. അതെയോ? അപ്പോൾ കള്ളി ഒളിച്ചതോ? അല്ലാണ്ട് ഭഗവാൻ തന്നതാവില്ല. ഭഗവാൻ തന്നതാണെങ്കിൽ അത് വൈറ്റ് മണിയാണ്, ബ്ലാക്ക് മണിയല്ല.
ധാർമ്മികമായിട്ടുള്ള മണി അത് എവിടെയും കാണിക്കാം. അത് അക്കൗണ്ടഡ് മണിയാണ്. മറ്റതാണ് അൺഅക്കൗണ്ടഡ്. അതിന് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ ഐഹിക സമ്പത്ത്, ധാർമ്മികമായിട്ടുള്ള ഐഹിക സമ്പത്ത് വളരെ ആവശ്യമാണ്. അത് ഭഗവാൻ പ്രദാനം ചെയ്തു. ആത്മീയ സമ്പത്ത് കൊണ്ട് വേറൊന്നുണ്ട്, അത് സ്പിരിച്വൽ വെൽത്ത്. അതും വളരെ ഇമ്പോർട്ടൻ്റാണ്. ധനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ സ്പിരിച്വാലിറ്റിയും വേണം, ഈശ്വരവിചാരം വേണം, ഈശ്വരവിശ്വാസം വേണം, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് പതിപ്പിക്കണം, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ലോകനന്മ ചെയ്യണം, ലോകസംഗ്രഹത്തിനായിരിക്കണം, ലോക കല്യാണത്തിനായിരിക്കണം. നമ്മളുടെ ഭാവം തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കണം. അല്ലാണ്ട് അഹം വർദ്ധയ, അഹം ഭാര്യവർദ്ധയ, പുത്രവർദ്ധയ, അഹം ഭാര്യ പുത്രവർദ്ധയ, അങ്ങനെ ഈ 3 ആൾക്കാർ മാത്രം വർദ്ധിച്ചുകൊണ്ട് കാര്യമില്ല. ലോകാസമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് വേണം? ഒരു സ്പിരിച്വൽ ഔട്ട്ലുക്ക് വേണം, ഒരു കൾച്ചേർഡ് തിങ്കിങ് വേണം. അതിനൊക്കെ ഈ ഐഹികമായിട്ടുള്ള ധനം തടസ്സം നിൽക്കുകയുള്ളൂ. അഹങ്കാരം വന്ന് കയറും മനസ്സിൽ അധികമായാൽ. ഐഹികമായിട്ടുള്ള ധനം അധികം കൈപ്പറ്റി കഴിഞ്ഞാൽ അത് പോക്കറ്റിലിരിക്കണതിന് പകരം അത് തലയിൽ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് പ്രശ്നമാവും. പൈസ എപ്പോഴും നമ്മുടെ പോക്കറ്റിലായിരിക്കണം. ഈ തലയിൽ കയറിയിരിക്കുമ്പോഴാണ് പൈസ പ്രശ്നം ഉണ്ടാകുന്നത്. ഇരിക്കേണ്ട ദിക്കിലിരുന്നാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താവും? അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്ന് പറയേണ്ടി വരും. തൊട്ടതൊക്കെ അനർത്ഥവും തലയിൽ കയറിയിരുന്നാൽ. മനസ്സിലായോ? അപ്പോൾ ഐഹിക സമ്പത്തും ആത്മീയ സമ്പത്തും രണ്ടിൻ്റെയും ദാതാവ് ഭഗവാനാണ്. അപ്പോൾ രണ്ടിനെയും ഒരു സന്തുലിത അവസ്ഥയിൽ കൊണ്ടു നടക്കണം. രണ്ടും വേണം. രണ്ട് എസൻഷ്യലാണ്. ഏതധികം വേണം, ഏത് കുറവ് വേണം, അങ്ങനെയൊന്നുമില്ല. രണ്ട് ആവശ്യത്തിന് വേണം. അപ്പം ഭഗവാനിൽ നമ്മൾ ശരണം പ്രാപിച്ചാൽ, ടോട്ടൽ സറണ്ടർ, ശരണാഗതി, ശുദ്ധ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സമ്പത്തും വേണ്ടത്ര പ്രദാനം ചെയ്യും ഭഗവാൻ. വേണ്ടത്ര പ്രദാനം ചെയ്യും. അതാണ് വസുധ എന്ന് പറഞ്ഞ 269 നാമം. ലളിതാ സഹസ്രനാമത്തിലും ഇതേ നാമം കാണാം നമുക്ക്. വസുധ. അന്നദ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈകസ്വരൂപിണായ്. അതെ, അന്നദ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈകസ്വരൂപിണ. അവിടെ വസുധ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കണം. ധനം കൊടുക്കുന്നവൾ. അമ്മയ്ക്ക് പിന്നെ കൊടുക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. അതാണ് വസുധ. അടുത്തത് വസു. വസു എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ: ഒന്ന്, ധനവാൻ; രണ്ട്, ആശ്ചാദിക്കപ്പെടുന്നവൻ, മൂടപ്പെടുന്നവൻ, മൂടപ്പെട്ടിരിക്കുന്നവൻ, വ്യക്തമല്ലാത്തവൻ, അവ്യക്തൻ. വസു. വസുദേവൻ. വസു എന്ന് വെച്ചെങ്കിൽ മായ, മൂടപ്പെട്ടിരിക്കുന്നവൻ. അവൻ്റെ ദേവനാണ് വസുദേവൻ. വാസുദേവനല്ല, വസുദേവൻ. കൃഷ്ണൻ വാസുദേവൻ്റെ മകനുമാണ്, വസുദേവനുമാണ്. അപ്പോൾ വസു എന്ന് വെച്ചാൽ മൂടപ്പെട്ടവൻ, അൺമാനിഫെസ്റ്റ്, പിടികൊടുക്കാത്തവൻ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. അന്തരീക്ഷത്തിൽ വസിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. വായു. എല്ലാം ഭഗവാനല്ലേ. വായു, അഖില, അഗ്നി ഭഗവാൻ, എല്ലാം ഭഗവാൻ തന്നെയല്ലേ, പഞ്ചഭൂതങ്ങളെല്ലാം. സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട് വസു എന്നുള്ള വാക്കിന്. അപ്പോൾ എത്ര അർത്ഥമായി? ധനവാൻ എന്നുള്ളൊരർത്ഥം, മൂടപ്പെട്ടിരിക്കുന്നവൻ എന്നർത്ഥം, ആവരണം ചെയ്യപ്പെട്ടവൻ എന്നർത്ഥം, അന്തരീക്ഷത്തിൽ ഉള്ള ഉൾക്കൊള്ളുന്നവൻ, അതായത് വായു, സൂര്യൻ. 4 അർത്ഥങ്ങളുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ നാമം പരിശീലിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? വസുർ വസുമനാ സത്യ എന്നുള്ളൊരു ശ്ലോകത്തിൽ, അത് തുടങ്ങുന്ന നാമത്തിൽ അവിടെ വസു എന്ന് സ്തുതിച്ചപ്പോൾ എല്ലാത്തിലും വസിക്കുന്നവൻ എന്നൊരർത്ഥമാണ്
വ്യാഖ്യാതന്മാർ കൊടുത്തത്. വസു എല്ലാറ്റിലും വസിക്കുന്നവൻ, വസതി ഇതി വസു, അങ്ങനെയുള്ള റൂട്ട് മീനിങ്ങിലാണ് വസു എന്ന് വെച്ചെങ്കിൽ എല്ലാറ്റിലും വസിക്കുന്ന എന്നുള്ള അർത്ഥം കൊടുത്തത്. ഇവിടെ വസുമനാ സത്യ എന്നുള്ള നാമത്തിൽ. ഇവിടെ വസുധ എന്ന് തൊട്ട് മുമ്പുള്ള നാമം വസുദാനം ചെയ്യുന്നവൻ, ധനം ദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ത്യാഗമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. ഇത് നൽകുന്നത് ധനം നൽകുന്നത്. അപ്പോൾ വസു എന്ന് വെച്ചെങ്കിൽ ധനം എന്നുള്ള അർത്ഥമല്ലേ, ധനവാൻ എന്നുള്ള അർത്ഥമല്ലേ. ആരാ കൊടുക്കുന്നത്? ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഭഗവാനെ തന്നെയാണ് അർപ്പിക്കുന്നത്. ഭഗവാൻ കൊടുക്കുന്ന ഐശ്വര്യവും ആരാ? അതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ധനരൂപത്തിൽ ഭക്തന്മാരുടെ കൂടെ പോയി നിൽക്കുകയാണ്, രൂപം മാറിയിട്ട് അല്ലേ. യജ്ഞത്തിൽ എല്ലാം ബ്രഹ്മം തന്നെയല്ലേ അല്ലേ, എല്ലാം ബ്രഹ്മം തന്നെയല്ലേ. ഹവിസ് ബ്രഹ്മം, ഹോമകുണ്ഡം ബ്രഹ്മം, ഹോമിക്കുന്ന ആൾ ബ്രഹ്മം, ഹോമിക്കുന്ന വസ്തു ബ്രഹ്മം, ഹോമിക്കപ്പെടേണ്ട മന്ത്രങ്ങൾ ബ്രഹ്മം, ഹോമിച്ച് നമ്മൾ ആവാഹിക്കുന്ന ആൾ ബ്രഹ്മം, എല്ലാം ബ്രഹ്മ, സർവം ബ്രഹ്മമയം. അപ്പോൾ ഭഗവാൻ നമുക്ക് ഐഹികമായിട്ടുള്ള സമ്പത്ത്, ലൗകികമായിട്ടുള്ള സമ്പത്ത് രണ്ടും തന്നാലും ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അന്നം ബ്രഹ്മ, അന്നത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ അവിടെ വന്ന് നമ്മളുടെ മുമ്പിലിരിക്കേണ്ടത്. പ്ലീസ് കൺസ്യൂം മീ എന്ന് പറഞ്ഞിട്ട്. ധനവും അതേപോലെ, ധാർമ്മികമായിട്ടുള്ള ധനം നമ്മളുടെ പോക്കറ്റിൽ ഇട്ട് തരുന്നത് ഭഗവാനാണ്. ഞാൻ തന്നെ എൻ്റെ പോക്കറ്റിലുണ്ട്, എപ്പോഴാണ് വേണ്ട ചെടുത്തോട്ടോ എന്ന് പറയാം. അധാർമികമായിട്ടുള്ള ധനം പോക്കറ്റിലേക്ക് പോവില്ല, നേരെ തലയിലേക്കേ പോവുള്ളൂ. അതവിടെ കിടന്ന് ബഹളം വേണ്ടത്ര ഉണ്ടാക്കിക്കോളും. ഈഗോ ക്രിയേറ്റിംഗ് മെഷീൻ, മനസ്സിലായോ? അതുപോലെ ആധ്യാത്മികമായിട്ടുള്ള ധനവും ഭഗവാന്റെ രൂപത്തിൽ തന്നെയാണത് വരുന്നത്, ഭഗവാന്റെ കൃപ തന്നെയാണത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, സൺ ആൻഡ് ദ റേസ് ഓഫ് സൺ ആർ നോട്ട് ഡിഫറെൻറ്റ്. ഭഗവാന്റെ വിഭൂതിയും വേറെ ഇല്ല. ഈ ധനമെന്ന് പറയേണ്ടത് ഭഗവാന്റെ വിഭൂതി തന്നെയാണ്. അപ്പോൾ ധനമെന്ന് പറയുന്നത് ഭഗവാൻ തന്നെയല്ലേ. അതുകൊണ്ടാണ് നമ്മളുടെ സനാതന ധർമ്മ ആചാരപ്രകാരം നീചമായിട്ടുള്ള ധനത്തിനെ പോലും നമ്മൾ അതിനൊരു ഈശ്വര രൂപം കൊടുത്ത് ലക്ഷ്മി രൂപത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കെല്ലാം ദൈവിക സങ്കല്പം നമുക്കുള്ളത്. ധനം നിഷിദ്ധ എന്നല്ലേ പറയാ ഫിലോസഫിയിൽ. അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അങ്ങനെയുള്ള അർത്ഥത്തിനെ പോലും നമ്മൾ ഒരു ദേവതാ സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്താ കാരണം? അത് ഭഗവാന്റെ ഐശ്വര്യമാണ്, അത് ഭഗവാന്റെ കൃപയാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ദാനം ചെയ്യുന്നവൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാൻ തന്നെ ത്യാഗമൂർത്തിയായിട്ട് നിൽക്കുന്നു. ഭഗവാൻ തന്നെ ഭഗവാന് നൽകുന്നു ത്യാഗമൂർത്തിയായിട്ട്. ഈസ് ഹിംസെൽഫ് ഓഫറിങ് ഹിംസെൽഫ് ടു സെർവ് യു. സുതലത്തിൽ ബലിക്ക് കാവൽ നിൽക്കുന്നു എന്നാണ് പുരാണം ഘോഷിക്കുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് തന്നെ സമർപ്പിച്ചു. ആർക്ക്? ഭക്തനായിട്ടുള്ള ബലിക്ക്. എവിടെ? സുതലത്തിൽ. ഇപ്പോഴും കാവൽ നിൽക്കുക. ഒരു ഇന്ദ്രനായിട്ട് ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ നിന്ന് റിലീവ് ചെയ്ത് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. അത് ഓരോ അംശം അവിടെ ചെന്ന് നിൽക്കുക സെൻട്രി ആയിട്ട്. ആലോചിച്ച് നോക്കൂ. അതാണ് വസുധ എന്നൊക്കെ പറയുന്നത്. അർജുനന് സാരഥിയായി. നോക്കൂ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ രൂപത്തിലാണ് ഭഗവാൻ കൃപ കാണിക്കുന്നത്. എന്താ പറയുക, ഭക്താഭിഷ്ടവരതൻ എന്നൊക്കെ പറഞ്ഞാൽ ഭക്താഭിഷ്ടവരതൻ തന്നെയാണ്. അഭിഷ്ടവരതനല്ല, അത് അറിയാണ്ട് നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ അറിഞ്ഞു തരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് നന്മയ്ക്ക് നമ്മൾ ചോദിച്ചിട്ടാണ് ഭഗവാൻ തരുന്നത്. എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാതെ ഭഗവാൻ എടുത്തു തരുന്നു, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അത് ഭഗവാന്റെ സമ്പത്താണെന്നുള്ളത്. ഫ്രീ സപ്ലൈ ആയിട്ട് തരുന്നു അല്ലേ. നമുക്കതിൻ്റെ വില ഇപ്പം അറിയില്ല.
എത്ര ആയിരം രൂപയ്ക്ക് എത്ര ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഭഗവാനോട് കടപ്പെട്ടിരിക്കണമെന്ന് നമുക്കറിയില്ല. അതറിയും എപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു തലകറക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഹാർട്ട് പെയിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ICUയിൽ കയറ്റിയിട്ട് ഒന്ന് ഓക്സിജൻ സെൻറ്റർ ഓക്സിജൻ എന്ന് പറഞ്ഞ് 2 ദിവസം ഓക്സിജനൊക്കെ കയറ്റി പുറത്ത് വന്ന് ആ ബില്ലൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അറിയാം ഓക്സിജൻ എന്ത് വിലയാണ് നിങ്ങൾ കൊടുക്കണമെന്ന്. 2 മണിക്കൂർ ശ്വസിക്കാനായിട്ട് 5000 രൂപ 6000 രൂപ ഓക്സിജൻ നിങ്ങൾ കൊടുക്കും. സിലിണ്ടറിൻ്റെ ഓക്സിജൻ കോസ്റ്റ് ഓഫ് ഓക്സിജൻ 5000 റുപ്പീസ് അല്ലെങ്കിൽ 15,000 റുപ്പീസ്. എത്ര ഓക്സിജൻ ഈ ജമ്മത്തിൽ നിങ്ങൾ വലിച്ചു കയറ്റുന്നു മൂക്കിലേക്ക്? ഇതിനൊക്കെ എവിടെ നിങ്ങൾ കണക്ക് കൊടുക്കണം? നന്ദി പോലും പറയുന്നുണ്ടോ നമ്മൾ? ഭഗവാനെ താങ്ക് യു. എത്ര പൈസയാണ് ഇപ്പോൾ ഭഗവാന് കടം. എന്നിട്ട് എന്താ പരാതി? മോരെ എനിക്കൊന്നും തരുന്നില്ല, എനിക്ക് എൻ്റെ ചിലവിന് തരുന്നില്ലയോ എന്നുള്ള പരാതി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, പ്രപഞ്ചത്തിൽ കാണുന്നത് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ വിഭൂതികളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നുമില്ല. അങ്ങനെ രണ്ടാമതൊന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്വിതീയ കോൺസെപ്റ്റേ പോവും, ദ്വിതീയം പോവില്ലേ, ദ്വിതീയം വരില്ലേ, അദ്വൈത സിദ്ധാന്തം പോവില്ലേ. അപ്പോൾ രണ്ടാമതൊന്നുമില്ല. 1 വിത്തൗട്ട് എ സെക്കൻഡ്. വേറൊന്നാവൻ പറയാൻ കമ്പയർ ചെയ്യാനും ഒന്നിനുമില്ല, വേറൊരാളില്ല അവിടെ. നമ്മൾ പറയില്ലേ അവരുണ്ടാ വിചാരിക്കുക, ഇവരുണ്ടാ, ഏതവര് ഏതുവര്, വേറൊരാളില്ലേ? അങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് അഭിഷ്ടം വേണമെങ്കിലും ഭഗവാൻ സാധിച്ചു തരാം. അതിനൊക്കെ നമുക്ക് കടം വീട്ടാൻ പറ്റുമോ? എന്താ ഈ പറയണത്? സൂര്യനാരായണൻ്റെ രൂപത്തിൽ ഏത് സമയത്തും 24/7 ഈ ജഗത്തിന് സദാ പ്രകാശം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ, USP, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, UPS. USP അല്ല, UPS. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ആണ് ഭഗവാൻ സൂര്യനാരായണനിൽ നിന്ന് നമുക്ക് വരുന്നത്. അതാണ് അവിടെ സൂര്യൻ എന്നുള്ള വാക്കും കൂടി അവിടെ അർത്ഥമെടുത്തത്. വായു, അന്തരീക്ഷത്തിലുള്ള വായു. പക്ഷേ ഭഗവാൻ തൻ്റെ സ്വന്തം മായയാൽ തന്നെത്താനെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ജീവികളുടെയും ഹൃദയത്തിൽ തുടിക്കുന്നുണ്ട്. ഹൃദയത്തിലെ സ്പന്ദനമായിട്ട് ടക്ക് 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 എന്നവരടിക്കുന്നുണ്ട്. ഹൃസ്പഷ്ടം, ഹൃസ്പന്ദം. ഇതിൻ്റെ പ്രസൻസ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. 72 എത്ര 72 പ്രാവശ്യം ഒരു മിനിറ്റിലടിക്കണം, എനിക്കറിയില്ല എത്രയോ പ്രാവശ്യം. ആ അടി നിന്നാൽ ക്ലോസ്. ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാം. എത്ര ആൾക്കാരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം അടിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മണിയാണ് കേൾക്കണം. ഹാർട്ട് ബീറ്റ്. അതൊരു പോലീസുകാരൻ്റെ ബീറ്റ് പോലെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്, എല്ലാം കാത്തിട്ട് സംരക്ഷിച്ചുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, പോലീസ് ബീറ്റ് പോലെ. ഇതൊക്കെ ആരെ കാണണം? അപ്പോൾ അതെല്ലാം ഭഗവാന്റെ വിഭൂതി. അതുകൊണ്ട് അതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വസു തന്നെയാണ് അതിൻ്റെ ഒക്കെ പേര്. പക്ഷേ ഇതൊന്നും നമുക്ക് അറിയാത്തതിനുള്ള കാരണം എന്താ? അദ്ദേഹം തന്നെ അത് വേണ്ടാച്ചൊന്ന് മറച്ചിരിക്കുക. ഇവർ തന്നെത്താൻ അറിയട്ടെ. അങ്ങനെയായിട്ട് പെട്ടെന്ന് കയറി വന്ന് തന്നെ മനസ്സിലാക്കണ്ട, നോക്കാലോ അവൻ അറിയില്ലേന്ന്. അതുകൊണ്ട് യോഗമായ സമാവൃത എന്നാണ് ഗീത പറയുന്നത്. യോഗമായ കൊണ്ട് സമാവൃത, ഞാൻ ആകെ കവേർഡപ്പായിരിക്കുന്നു. ഈ പുകമറൊന്ന് മറച്ച് എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ ഒന്ന് കാണട്ടെ. അങ്ങനെയായിട്ട് പെട്ടെന്ന് കണ്ടുപോകണ്ട. സത്യത്തിൻ്റെ മുഖം സ്വർണ്ണമൂടി കൊണ്ട് മറച്ചിരിക്കുന്നു. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണമാവൃണ്ണ സത്യധർമായ ധിഷ്ഠതേ. സത്യവും ധർമ്മവും എന്താണ് എന്നൊന്ന് പ്രകടമാക്കാൻ, അത് എനിക്ക് ആചരണത്തിൽ വരുത്താൻ ഭഗവാനെ, സൂര്യഭഗവാനെ,
ഇത് മറയൊന്ന് മാറ്റാൻ എന്നെ സഹായിക്കൂ എന്നാണ് പ്രാർത്ഥന, ഉപനിഷത്തിക് പ്രാർത്ഥന. സത്യം ഭൂഷണം ആവൃണ്ണ ചെയ്യുക, ഡിസ്കവർ സത്യധർമ്മമായ അധിഷ്ഠതയെ. സത്യധർമ്മത്തിൽ അധിഷ്ഠാനമായിട്ട് എനിക്ക് ജീവിക്കാൻ, എനിക്ക് ഈ സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഈ പളവളപ്പിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുക. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ആ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മുഖം ഇന്നൊരു സ്വർണ്ണപാത്രം, സ്വർണ്ണ മൂടി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതിനെ ഒന്ന് എടുത്തു തരുമോ ഭഗവാൻ പ്ലീസ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ വസിക്കുന്നതിനാലും വസു എന്നറിയപ്പെടുന്നു. കഥോപനിഷത്തിൽ പറയുന്നുണ്ട്, ഹംസ സുജിഷത് വസുവൻ അന്തരീക്ഷ സത് എന്ന് പറയുന്നുണ്ട്. അന്തരീക്ഷം മാത്രമല്ല, ഈ ലോകത്തിൽ ഉപനിഷത്തിൽ ഗംഭീരമായിട്ടാണ് പറഞ്ഞത്. കഥോപനിഷത്തിൽ അന്തരീക്ഷം മാത്രമല്ല, കുറേ കാര്യങ്ങളുടെ ഒരെണ്ണം അന്തരീക്ഷമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടേക്കാണ് ഭഗവാൻ വസിക്കുന്ന അറിയോ, എവിടേക്കാണ് ഭഗവാന്റെ സാന്നിധ്യം അറിയോ, ആ കഠോപനിഷത്തൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. 5-ാം വല്ലിയിലെ 2-ാമത്തെ മന്ത്രം. ഹംസ സുജിഷത് വസു അന്തരീക്ഷസത്. അന്തരീക്ഷസത് വായുവിൽ. ഹോത വേദിഷത് അതിദുരോണസ്തത് മൃഷത് വരദൃത് ഹൃദസത് വ്യോമസത് അബ്ജ ഗോജ ഋതജ അദ്രിജ ഋതം ബൃഹത് എന്നാണ് മന്ത്രം. ആകാശത്തിൽ സൂര്യനായും അന്തരീക്ഷത്തിൽ വായുവായും ഭൂമിയിൽ അഗ്നിയായും കലശങ്ങളിൽ സോമരസമായും കാണപ്പെടുന്നതും മൃഷത് വരസ ദദർ വ്യോമസ അബ്ജ ഗോജ ഋതജ അദ്രിജ വൃതം ബൃഹത്. മനുഷ്യരിലും ദേവന്മാരിലും യാഗങ്ങളിലും ആകാശത്തിലും സ്ഥിതി ചെയ്യുന്നതും, അബ്ജ വെള്ളത്തിൽ നിന്ന്, ഗോജ ഭൂമിയിൽ നിന്ന്, യാഗത്തിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന്, ഋതജ അദ്രിജ ഋതം ബൃഹത് ജനിച്ചിട്ടുള്ളതും സത്യവും മഹത്വമായിട്ടുള്ള ആ ബ്രഹ്മൻ തന്നെയാണ് ഭഗവാനെ അങ്ങയുടെ സ്വരൂപം എന്ന് നചികേതസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആര്? യമൻ. കഥോപനിഷത്തിൽ. മനസ്സിലായില്ലേ? ഇപ്പം സമ്പത്തായിട്ടും മായയാൽ തന്നെത്താൻ ആസ്വാദനം ചെയ്തവനായും സൂര്യഭഗവാന്റെ അവതാരമെടുത്ത് സൃഷ്ടികൾക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നവനെയും, വായുവായിട്ടുള്ള സൃഷ്ടികൾ അന്തരീക്ഷത്തിലെ വായുവായിരുന്ന് സൃഷ്ടികൾക്ക് ശ്വാസോച്ഛ്വാസം സഫലമാക്കി കൊടുക്കുന്നു. ഒന്ന് നിന്നാൽ കാണാം. വായു ഒന്ന് പൂട്ടട്ടെ, അതിൻ്റെ വില അപ്പം അറിയാം അല്ലേ? ഇപ്പോൾ നമുക്ക് എയർ സപ്ലൈ ഫ്രീ അല്ലേ? ശ്വസിക്കാൻ 2 മിനിറ്റ് നേരം ഒന്ന് പൊല്യൂഷൻ വരട്ടെ, മൂക്കൊന്ന് മുത്തിപ്പിടിക്കുക 2 മിനിറ്റ് നേരം. ഇപ്പം നമുക്ക് വെള്ളത്തിനും വായുവിനൊന്നും വില കൽപ്പിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ഫ്രീ സപ്ലൈ ആണ് ഭഗവാൻ തരുന്നത്. എയർ അല്ലേ? ഓക്സിജൻ്റെ കാര്യം പറഞ്ഞ പോലെ വായു, ശ്വസിക്കാനുള്ള വായു. എന്താ അതിൻ്റെ വില എന്ന് വിചാരിക്കണത്? മൂക്കൊന്ന് പിടിച്ചു നോക്കും, അപ്പം അറിയാം അതിൻ്റെ വിവരം, എൻ്റെ വില അപ്പം അറിയാം. അപ്പോൾ വായുവായിട്ടും വെളിച്ചമായിട്ടും വെള്ളമായിട്ടും എന്തായിട്ടും മനുഷ്യൻ്റെ എല്ലാ ബേസിക് നെസസിറ്റീസ് ആൻഡ് എമ്യൂണിറ്റീസ് എല്ലാം ഭഗവാൻ കൊടുത്ത് പ്രജകളെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാന് വസു എന്നുള്ള പേരിൽ യാതൊരു പന്തികേടുമില്ല, യാതൊരു അപാകതയില്ല. അതന്നെയാണ് വേണ്ടത് അല്ലേ? അടുത്ത നാമം നൈകരൂപ. നൈകരൂപ വെച്ചാൽ ഒരു രൂപത്തിൽ മാത്രം അല്ലാത്തവൻ എന്നർത്ഥം. ഏകരൂപ, നൈകരൂപ.
വർദ്ധമാന എന്നൊരു നാമം കണ്ടില്ല നമ്മൾ, വർദ്ധമാന. ആ നാമത്തിൽ കാരണമായിരിക്കുന്ന മഹാവിഷ്ണു എപ്പോഴും കാര്യമായി വർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് കണ്ടത്. ഒരേ കാര്യം, ഒരേ കാരണം, ഒരേ കാരണമായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു എപ്പോഴും പല കാര്യങ്ങളായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വർദ്ധമാന എന്നുള്ള വാക്കിൽ നിന്ന് അർത്ഥം നമ്മൾ കണ്ടത്. അല്ലേ? വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക, എക്സ്പാൻഷൻ മോഡ്. അത് ഒന്നും കൂടി ഉറപ്പിക്കാനാണ് ആയിരിക്കാം ഇവിടെ നൈകരൂപ എന്നും കൂടി പറയണം. ഏകരൂപനല്ലാത്തവൻ, നൈകരൂപ എന്ന് പറയാൻ കാരണം അതാണ്. ഒരേ ഒരു കാരണം, ആ ഒരു കാരണത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ, വൺ കോസ് വിത്ത് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഇഫക്ട്സ്. സ്വർണം ഒന്ന്, ഒരേ ഒരു സ്വർണം, എത്ര ആഭരണങ്ങൾ. അപ്പോൾ എന്നാൽ സ്വർണ്ണക്കടയിലേക്ക് ഒന്ന് പോയി നോക്കുക, അലമാറിയിലിരിക്കണത് വെറൈറ്റീസ് 5-6 തട്ടുണ്ടാവും. അതിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒന്ന് സർവ് ചെയ്ത് നോക്കൂ. മേടിക്കണ്ട, വെറുതെ ഒരു വിൻഡോ ഷോപ്പിംഗ്. എന്നിട്ടൊന്ന് ലിസ്റ്റ് എടുത്ത് വരും, എത്ര വെറൈറ്റീസ് ഓഫ് ആഭരണങ്ങളാണ്, എന്തെല്ലാം മോഡൽസ്, എന്തെല്ലാം രീതികൾ. ഇതിൻ്റെ ഒക്കെ കാരണം ഏതാ? ഗോൾഡ്. ഗോൾഡ്, സിംഗിൾ കോസ്, മൾട്ടിപ്പിൾ ഇഫക്ട്സ്. സിംഗിൾ ഓഷൻ, മൾട്ടിപ്പിൾ വേവ്സ്. സിംഗിൾ മഡ്, മൾട്ടിപ്പിൾ പോട്ട്സ്. അത് ഉറപ്പിക്കാനാണ് നൈകരൂപ. ഒരു രൂപമല്ല എൻ്റെ മോനെ, അവന് ഇദ്ദേഹത്തിന് അനേക രൂപങ്ങളുണ്ട്. കാരണം ഒന്നാണെങ്കിലും കാര്യം പലതാണ്. അപ്പോൾ ഈ കാരണം കാര്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ കാരണമുണ്ട്. അല്ലേ? എവിടെയൊക്കെ കാരണമുണ്ടോ അവിടെയൊക്കെ കാര്യമില്ല. wherever there is an effect, there is a cause. Wherever there is gold, when there is ornament, there is gold. Wherever there is wave, there is water. Wherever there is mud, there is wherever there is pot, there is mud. അല്ലേ? ആഭരണം മാത്രം അങ്ങോട്ട് പോയിട്ട് വരാം, ഗോൾഡ് വിട്ടിരിക്കട്ടെ, ഞാൻ അപ്പോൾ അയാളെ കൊണ്ടുപോകണില്ല, ഞാൻ മാത്രം പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞാലോ ഗോൾഡും പോകാൻ പറ്റുമോ? അല്ല ആഭരണത്തിനും പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടോ, ജലത്തിലായാലും ശരി, ഭൂമിയിലായാലും ശരി, ആകാശത്തിലായാലും ശരി, എവിടെയൊക്കെ സാധനങ്ങൾ അസ്തിത്വമുണ്ടോ, എക്സിസ്റ്റൻസ് ഉണ്ടോ, എന്ത് സാധനത്തിനും അതിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട്. വളരെ സുപരിചിതമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്, നമ്മളെല്ലാവരും ചെല്ലുന്നതാണ്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശമുച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. ജലേ വിഷ്ണു, ജലത്തിൽ വിഷ്ണു, ജലവിഷ്ണു. സ്ഥലേ വിഷ്ണു, ഭൂമിയിൽ വിഷ്ണു. വിഷ്ണു ആകാശമുച്യതേ, ആകാശത്തിൽ വിഷ്ണു. സ്ഥാവരം ജംഗമം വിഷ്ണു, മൂവബിൾസ്, ഇമ്മൂവബിൾസ്. ഇപ്പം എന്താ വേണ്ട? സർവം വിഷ്ണുമയം ജഗത്. ഇയാളെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ലല്ലേ, പെട്ടെന്ന് നോക്കിയാൽ ഇയാളാണല്ലോ. അങ്ങനെയാണ്. കൂത്തിലെ കൊടക്കാരൻ എന്ന് പറയും, പണ്ടൊരു ശൈലിയുണ്ട്. ഈ മെയിൻ പാത്രങ്ങളൊക്കെ അഭിനയിക്കും, അതിൻ്റെ ഇടയിലൊരു കൊടക്കാരൻ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ 4 പുറം ഇങ്ങനെ ഓടിച്ചു പോകും. ഒരു വിദൂഷകനാണ്. അപ്പോൾ അതിന് ശൈലി പറയും, കൂത്തിലെ കൊടക്കാരനെ പോലെ ഇയാൾ എവിടെ നോക്കിയാലും കാണാലോ എന്ന് പറയും. അതുപോലെ ഏപ്പാട്ടോ നോക്കിയാലും ഭഗവാനാണ്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു ആകാശം ഉച്യതേ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. ഭൂരിഭാഗം ജലവും ന്യൂനഭാഗം സ്ഥലവുമാണ് ഭൂമിയിൽ. ഈ രണ്ടിലും വിഷ്ണു തന്നെയാണ് വിഭൂതിയായിട്ടിരിക്കുന്നത്. ആകാശത്തും ഭഗവാനാണ്. എല്ലാ ചരാചര വസ്തുക്കളിലും ഭഗവാന്റെ അംശം തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ജഗത്ത് മുഴുവൻ ഭഗവത്മയമായ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പൂർവ്വസൂരികൾ പറയുന്ന ഈ തത്വത്തിന് ഉപനിഷത്ത് അംഗീകാരമുണ്ട്.
വെറുതെ ഒരു ശ്ലോകം ചൊല്ലിയതല്ല ഒരു കവി. അതിൻ്റെ ഉപനിഷത്ത് ഈ പറയുന്ന തത്വം അംഗീകരിക്കുന്നുണ്ട്. വിശ്വസ്യ സൃഷ്ടാരം അനേക രൂപം ചേതശ്വര ഉപനിഷത്തിൽ പറയുന്നുണ്ട്. വിശ്വസ്യ സൃഷ്ടാരം അനേക രൂപം. അർത്ഥം മനസ്സിലായില്ലേ? വിശ്വത്തിൻ്റെ സ്രഷ്ടാവ് അനേക രൂപങ്ങളോട് കൂടിയവനാകുന്നു. വിശ്വത്തിൻ്റെ സ്രഷ്ടാവ് അനേക രൂപത്തോടു കൂടിയവനാകുന്നു. ഈ ലോകശില്പി, ഈ ലോകത്തെ നിർമ്മിച്ച ശില്പി ഒരു രൂപമല്ല, അനേക രൂപം എടുത്തിരിക്കുകയാണ്. ആ രൂപത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. പരമേശ്വരൻ തൻ്റെ മായകളെ കൊണ്ട് ബഹുരൂപനായി. ഇന്ദ്രോ മായാ അഭി പുരുരൂപ ഈയതേ. ജഗദീശ്വരൻ മായാരൂപം എടുത്ത് ഈയതേ ബഹു രൂപങ്ങളായി മാറി. വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ കണ്ടത് തന്നെയല്ലേ? അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ആ ബഹുരൂപം തന്നെയല്ലേ ഭഗവാൻ കണ്ടത്? നൈകരൂപ തന്നെ ഭഗവാൻ അർജുനൻ അവിടെ കണ്ടതല്ലേ? ആ വിവരണം അറിയില്ലേ? ഞാൻ പറയണ്ടല്ലോ ഇനി. ചിത്രം തന്നെ നോക്കുക ഇടയ്ക്ക് സമയം എടുക്കുമ്പോൾ. ആ വിശ്വത്തിൻ്റെ വിശാലത എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ആ ഭഗവത്ഗീത ചിത്രം ഒന്ന് നോക്കൂ. വിശ്വരൂപ ദർശനം എന്തായാലും ഇല്ലാത്ത എത്ര രൂപങ്ങളാ! നൈകരൂപ ന ഏകരൂപ. അപ്പം ഈ കോടാനുകോടി രൂപങ്ങളുടെ ഒക്കെ ഉത്ഭവസ്ഥാനം എവിടെയാ? ഇതിൻ്റെ ഒക്കെ കോസ് ഏതാ കിടക്കണത്? അവിടെ മെയിൻ കോസ്ലെസ് കോസ്, പരബ്രഹ്മം, ദ സുപ്രീം, ദ റിയാലിറ്റി, ദി അവയർനെസ്, ദ കോൺഷ്യസ്നെസ്, സച്ചിദാനന്ദ ബ്രഹ്മം. എത്രയെല്ലാം രീതിയിൽ സൃഷ്ടികളുണ്ടെങ്കിലും ആ സൃഷ്ടികളുടെ ഒക്കെ കാരണഭൂതനായിട്ടുള്ളത് ഒരേ ഒരാൾ. ഇതിനൊക്കെ ജന്മം നൽകിയത് ഒരാൾ. അതുകൊണ്ട് വിശ്വസ്യ സൃഷ്ടാരം അനേക രൂപ എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? അപ്പോൾ അതാണ് നൈകരൂപ എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനം. ലളിതാ സഹസ്രനാമത്തിൽ ഇതിൻ്റെ പറയണത് എങ്ങനെ അറിയോ? നൈകരൂപ എന്നല്ല പറയണത്. അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തിട്ടാണ് പറയണത്. കുറച്ചും കൂടി ഇഫക്റ്റീവ് അവിടെ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നാണ് പറയണത്. അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ. അതിൻ്റെ അർത്ഥം അനേക കോടി ബ്രഹ്മാണ്ട ജനനി. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്? എത്ര യൂണിവേഴ്സ് ഉണ്ട്? അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. ഈ ലോകത്തിൻ്റെ മാർഗം തന്നെ നമുക്കറിയില്ല, എന്നിട്ട് വേണ്ട പിന്നെ ബ്രഹ്മാണ്ടത്തിനെ കുറിച്ച് അറിയാൻ. അപ്പോൾ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുണ്ട്, എത്രയോ ഗലാക്സീസ് ഉണ്ട്, എത്രയോ മിൽക്കി വേ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ആധാരം ആരാ? ഇതിനൊക്കെ സൃഷ്ടിച്ചതാരാ? വിശ്വസ്യ സൃഷ്ടാരം അനേക രൂപം. ഇത്രയും വിവിധമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള രൂപത്തിൽ ഇവരെയൊക്കെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചത് ഒരു കൈയുണ്ട്. കയ്യല്ല നമ്മയെ രചിച്ചത്, ഒന്നല്ലേ കയ്യഹ രചിച്ചത് നമ്മയെല്ലാം. നാശാൻ പാടിയത് വെറുതെ അല്ല. ഒന്നല്ലേ കയ്യഹ രചിച്ചത് നമ്മയെല്ലാം. ഈ നമ്മളെ എല്ലാവരെയും, ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ രചിച്ചത് ആ അനേക കോടി ബ്രഹ്മാണ്ടത്തിൻ്റെ സാഷ്ടാവ് ആരാ? അതിൻ്റെ ജനനി ആരാ? അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത് അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നാണ് ആ നാമം. ഈ നൈകരൂപ എന്നുള്ള നാമത്തിൻ്റെ ഈക്വലൻ്റായിട്ട് നമുക്ക് ലളിത സഹസ്രനാമത്തിൽ കാണാൻ പറ്റുക.
ടോട്ടൽ ലോകത്തിലുള്ള സ്ഥൂല ശരീരം ഒന്ന് ആലോചിക്കൂ. സ്ഥൂല ശരീരം, ഗ്രോസ് ബോഡി, മനുഷ്യന്മാരുടെ, ആനയുടെ, കുതിരയുടെ എല്ലാം, ആമ, മുയൽ, കാട്ടുപോത്ത്, കാട്ടെലി, ഉറുമ്പ്, പൂച്ച, മൂട്ട, കൊതു, എല്ലാ സൃഷ്ടികളുടെയും ഗ്രോസ് ശരീരം ഒന്ന് ചിന്തിക്കൂ. എല്ലാ സൃഷ്ടികളുടെയും സ്ഥൂല ശരീരം, സം ടോട്ടൽ ഓഫ് ഓൾ സ്ഥൂല ശരീരംസ് ഓഫ് ദ ക്രിയേറ്റഡ് ബീയിങ്സ് ടുഗദർ ഈസ് നോൺ ആസ് വിരാട്. അതാണ് വിരാട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വിരാട്, ടോട്ടൽ, സം ടോട്ടൽ ഓഫ് ഓൾ ഗ്രോസ് ബോഡീസ്, സ്ഥൂല ശരീരം. നമുക്ക് സൂക്ഷ്മ ശരീരം നിന്ന് വേറെ ഒന്നുമില്ലേ? നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ ചിത്തം, ഇന്നർ ഫീലിങ്സ്, അതെല്ലാം ഈ ലോകത്തുള്ളവരൊക്കെ കൂട്ടും. മൃഗങ്ങൾക്കുണ്ട് ടു സം എക്സ്റ്റെൻറ്റ്, ഇല്ലേ? അത് ഏത് മൃഗങ്ങൾക്കും ഉണ്ടാവും. ആനയ്ക്ക്, പോത്തിന്, കരിമ്പുലിക്ക്, ചെന്നായയ്ക്ക്, സിംഹത്തിന് ഒക്കെ അവരുടേതായിട്ടുള്ള പാമ്പ് ഉള്ള ഫീലിങ്സൊക്കെ ഉണ്ടാവും അവർക്ക്. ഒരു പ്രത്യേക രീതിയിൽ നമ്മളതിൽ അനലൈസ് ചെയ്യണ്ട, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അതൊക്കെ അവരുടെ സ്ഥൂല ശരീരമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സ്ഥൂല ശരീരം ഒന്ന് കൺസീവ് ചെയ്യൂ മനസ്സിൽ, എന്നാലോചിക്കൂ. സൂക്ഷ്മ ശരീരം കണ്ടു നമ്മൾ, വിരാട് സ്വരൂപം എന്നൊക്കെ പറയില്ലേ, അതേപോലെ സൂക്ഷ്മ ശരീരം, സട്ടിൽ ബോഡി, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സ്വരാട്ട്. ഇതിൻ്റെ പിന്നിൽ വേറൊരു ശരീരം ഉണ്ടല്ലേ, ഒരു കാരണ ശരീരം, ഒരു കോസൽ ബോഡി. ഈ സ്ഥൂല ശരീരത്തിനും ഈ സൂക്ഷ്മ ശരീരത്തിനും എല്ലാം കാരണം എന്താ? എൻ്റെ വാസനകൾ, എൻ്റെ പ്രാരാബ്ധങ്ങൾ. അത് മാനിഫെസ്റ്റ് അല്ല, അതെനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ കാരണ ശരീരം, അതുകൊണ്ടാണ് ഈ ശരീരം ഞാൻ എടുത്തത്. ആ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള വാസനകൾ എന്നിലുള്ളത് കൊണ്ട്, ആ പ്രാരാബ്ധം എന്നിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ദേഹം എടുക്കാൻ വന്നത്, എനിക്കുള്ള മനസ്സും ഈ ബുദ്ധിയൊക്കെ എനിക്ക് കിട്ടിയത് പ്രാഥമികമായിട്ട്. അതുകൊണ്ട് സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിനും കാരണഭൂതമായിട്ട് വാസനകളുള്ളതാണ് കാരണ ശരീരം. അത് ഈ സൃഷ്ടികളുടെ എല്ലാ ശരീരവും കൊണ്ട് എടുത്ത് നോക്കുക, എല്ലാ സൃഷ്ടികളുടെയും കാരണ ശരീരം ഒന്ന് കോൺസെപ്റ്റലൈസ് ചെയ്യൂ. ദാറ്റ് ഈസ് കോൾഡ് സമ്രാട്ട്. ആ 3 പദങ്ങളാണ് നോക്കുന്നത്. സ്ഥൂല ശരീരത്തിന് വിരാട്, സൂക്ഷ്മ ശരീരത്തിന് സ്വരാട്ട്, കാരണ ശരീരത്തിന് സമ്രാട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യാപ്തി കിട്ടും. നൈകരൂപ എന്നുള്ളതിൻ്റെ വ്യാപ്തി അതാണ്. അപ്പം ഇന്ന് നമുക്കിവിടെ നിർത്താം. അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.